പാഞ്ചാലദേശത്ത് ഇന്ന് ഉത്സവമാണ്. ഒരു നാട് മുഴുവൻ ഉത്സാഹത്തിമിർപ്പിലാണ്. എന്താണെന്നോ, പാഞ്ചാലദേശത്തെ ഭരണാധികാരി ദ്രുപദ മഹാരാജാവിൻ്റെ പുത്രിയായ ലോകൈകസുന്ദരി ദ്രൗപദിയുടെ സ്വയംവരമാണിന്ന്. അവളെ കൊതിക്കാത്ത ഒരു രാജാവ് പോലുമില്ല. അതുകൊണ്ടുതന്നെ ഈ സ്വയംവര ദിനത്തിൽ ദ്രുപദ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് രാജാക്കന്മാരുടെ ഒഴുക്കാണ്. എന്നാൽ ദ്രുപദ മഹാരാജാവിൻ്റെ ആഗ്രഹം വില്ലാളി വീരനായ അർജുനൻ തൻ്റെ മകളെ പരിണയിക്കണം എന്നുള്ളതാണ്. എന്നാൽ അവർ താമസിച്ചിരുന്ന കൊട്ടാരത്തിൽ വെച്ച് അവർ 5 പേരും അവരുടെ മാതാവും അഗ്നിക്കിരയായി എന്നുള്ളതാണ് വാർത്ത. ദ്രുപദ മഹാരാജാവ് ഒന്ന് നെടുവീർപ്പിട്ടു. എങ്കിലും അർജുനനെ പോലെ അതിസമർത്ഥനായ ഒരു വില്ലാളി വീരനു മാത്രം വിജയിക്കാൻ സാധിക്കുന്ന കടുത്ത മത്സര പരീക്ഷയാണ് അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മണ്ഡപത്തിലിരിക്കുന്ന വിശിഷ്ടമായ വില്ലുകുലച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രക്കിളിയുടെ കണ്ണിൽ ബാണം തറയ്ക്കണം. ഇതാണ് മത്സര പരീക്ഷ. ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ കൂട്ടത്തിൽ ശ്രീകൃഷ്ണനും ബലരാമനുമുണ്ട്. ക്ഷത്രിയ കുലജാതരായ രാജാക്കന്മാരാരും തന്നെ മത്സര പരീക്ഷയിൽ വിജയിച്ചില്ല. അപ്പോഴാണ് ദുര്യോധനന്റെ വലങ്കയായ കർണൻ സദസ്സിലേക്ക് വന്നത്. വില്ലുകുലച്ച് അമ്പെയ്യാൻ തുടങ്ങിയ കർണനെ നോക്കി ദ്രൗപദി ഇപ്രകാരം പറഞ്ഞു: സൂതപുത്രനായ കർണനെ വരിക്കുവാൻ തനിക്കിഷ്ടമല്ല. ഇത് കേട്ട കർണൻ അമ്പെയ്യാതെ അപമാനിതനായി സഭ വിട്ടിറങ്ങി. അപ്പോഴാണ് സദസ്സിൽ നിന്നും തേജസ്വിയായ ഒരു യുവാവ് എഴുന്നേറ്റ് സഭയെ അഭിസംബോധന ചെയ്ത് ഇപ്രകാരം പറഞ്ഞത്: ക്ഷത്രിയ കുലജാതരായ രാജാക്കന്മാരാരും തന്നെ ഈ മത്സര പരീക്ഷയിൽ വിജയിച്ചില്ല. ബ്രാഹ്മണ കുലജാതനായ താനൊന്ന് ശ്രമിക്കട്ടെ. ദ്രുപദ മഹാരാജാവ് സമ്മതം മൂളിയതിനാൽ യുവാവ് വില്ലെടുത്തു കുലച്ചു. അമ്പ് ലക്ഷ്യസ്ഥാനം കൊണ്ടു. ആ യുവാവിൻ്റെ തേജോമയമായ രൂപത്തിൽ മനമയങ്ങി നിന്നിരുന്ന ദ്രൗപദിയുടെ നയനങ്ങൾ വിടർന്നു. ആ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ ഒരു ബ്രാഹ്മണൻ തങ്ങളെയെല്ലാം പരാജയപ്പെടുത്തി ദ്രൗപദിയെ കൊണ്ടുപോകുന്നത് ക്ഷത്രിയ കുലജാതരായ രാജാക്കന്മാർക്ക് അപമാനമായിരുന്നു. അതിലുപരി അവരെല്ലാവരും തന്നെ അവളെ സ്വന്തമാക്കുവാൻ മോഹിച്ചിരുന്നല്ലോ. യുവാവ് ആരാണെന്നറിയാവുന്ന ഭഗവാൻ കൃഷ്ണൻ പ്രശ്നത്തിൽ ഇടപെട്ട് ഇപ്രകാരം പറഞ്ഞു: ഈ യുവാവ് മത്സരത്തിൽ വിജയിച്ചയാളാണ്. അതുപോലെ തന്നെ ദ്രുപദ മഹാരാജാവിൻ്റെ സമ്മതപ്രകാരമാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. എന്നാൽ ക്ഷുഭിതരായ രാജാക്കന്മാരാരും തന്നെ കൃഷ്ണന്റെ വാക്കുകൾ മുഖവിലക്കെടുത്തില്ല. അവർ ആ യുവാവിനെ ആക്രമിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ ആ യുവാവിൻ്റെ 4 സഹോദരന്മാർ കൂടി ചേർന്ന് രാജാക്കന്മാരെ എല്ലാവരെയും തന്നെ പരാജയപ്പെടുത്തി. ശേഷം അവർ 5 പേരും ചേർന്ന് വധുവുമായി പുറപ്പെടാൻ നേരം ദ്രുപദ മഹാരാജാവ് അതീവ ദുഃഖിതനായി കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ദുഃഖകാരണം മനസ്സിലാക്കിയ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്രുപദ മഹാരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: അങ്ങ് വിഷമിക്കേണ്ട. അങ്ങ് മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ വില്ലാളി വീരനായ അർജുനൻ തന്നെയാണ് ഈ ബ്രാഹ്മണ യുവാവ്.